ക്രൈസ്തവ സമുദായം നേരിടുന്ന ലവ് ജിഹാദ് അടക്കമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുടെ കോൺക്ലേവ് വിളിക്കുമെന്ന് സുരേഷ് ഗോപി. പ്രസ്തുത കോൺക്ലേവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കുമെന്നും സുരേഷ് ഗോപി അറിയിച്ചു. മാർപ്പാപ്പയുടെ ഇന്ത്യ സന്ദർശനത്തിന് മുമ്പാണ് കോൺക്ലേവ് നടത്താൻ പദ്ധതിയിടുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാലാ രൂപതാധ്യക്ഷന്മാർ ജോസഫ് കളറങ്ങാട്ട് ഉന്നയിച്ച നാർക്കോട്ടിക് ജിഹാദ്, ലവ് ജിഹാദ് വിഷയങ്ങൾ പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും മാർ ജോസഫ് കളറങ്ങാട്ട് ഉന്നയിച്ച വിഷയങ്ങൾ വളരെ ഗൗരവത്തിലാണ് എടുത്തിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, ഇത് ആരൊക്കെ ഉന്നയിച്ചു? ബിഷപ്പ് ഉന്നയിച്ചപ്പോൾ നിങ്ങൾക്ക് പ്രശ്നമായിരുന്നോ? ആ ബിഷപ്പിന്റെ അടുത്ത് ഞാൻ പോയില്ലേ? ആ ബിഷപ്പിനെ പോയി കണ്ടതിന്റെ ഫലം എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞോ? എന്റെ പ്രധാനമന്ത്രിയും എന്റെ ആഭ്യന്തരമന്ത്രിയും അത് കണക്കിനവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആരും ഞെട്ടരുത്. മാർപ്പാപ്പ വരുന്നതിന് മുമ്പ് ഇന്ത്യയിൽ ബിഷപ്പുമാരുടെ കോൺക്ലേവ് ഉണ്ടാകും. അത് എന്റെ പ്രധാനമന്ത്രി വിളിക്കും. അതിലേക്കാണ് നിങ്ങൾ നയിച്ചിരിക്കുന്നത്. അല്ലല്ല, നിങ്ങളെന്തിനാ അങ്ങനെ ശുഷ്കിക്കുന്നത്? ക്രിസ്തീയരുടെ പ്രശ്നങ്ങൾ മുഴുവൻ ചർച്ച ചെയ്യും. ആരാണ് ക്രിസ്ത്യാനികളെ കൊല്ലുന്നത്? ആരാണ് ദളിതരെ കൊല്ലുന്നത്? ആ കണക്കുകൾ ഞങ്ങൾ അവിടെ വെച്ച് ബോധിപ്പിക്കും. കള്ളന്മാരെ മുഴുവൻ ഞങ്ങൾ അവിടെ എക്സ്പോസ് ചെയ്യും. പ്രധാനമന്ത്രിയോട് പറഞ്ഞായിരുന്നു ഇതല്ല? എല്ലാം അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തോട് അമിത്ഷാജിയാണ് പറഞ്ഞത്. അമിത്ഷാജിയായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. ഒരു കോൺക്ലേവിന്റെ രൂപീകരണം അത് ഏത് തലത്തിലാവണം, അത് BL സന്തോഷ്ജിയുമായിട്ട് സംസാരിച്ച് അവരത് കേരളത്തിൽ നിന്ന് അങ്ങനെ 28 സംസ്ഥാനങ്ങളിൽ നിന്ന് 8 യൂണിയൻ ടെറിട്ടറീസിൽ നിന്ന് ഉള്ള ക്രിസ്തീയ ആചാര്യന്മാരടക്കമുള്ളവരെ കൊണ്ടുവരുന്ന ഒരു പദ്ധതിയാണ് വെച്ചിരിക്കുന്നത്. ഫീസിബിൾ ആയിട്ട് എങ്ങനെ അത് നടക്കും, നമ്പേഴ്സ് എത്രയായിരിക്കാം, അതൊക്കെ നോക്കിയിട്ട് അത് സർക്കാരാണ്. പ്രധാനമന്ത്രി തന്നെയാണ് ഹെഡ് ചെയ്യുന്നത്. ആയിരിക്കും. അങ്ങനല്ലേ പറ്റൂ. അല്ല, പ്രധാനമന്ത്രി ഇല്ലെങ്കിൽ പിന്നെ അവരൊക്കെ എന്തിനു ചെല്ലണം? അല്ല, എനിക്ക് ഒരു വശത്ത് നിൽക്കാനൊക്കത്തില്ല, എല്ലാം നോക്കില്ലേ പറ്റും. പ്രധാനമന്ത്രി വിളിക്കുന്നു എന്ന് പറയുമ്പോൾ വരുന്നവരാണ് കാത്തു നിൽക്കുന്നത്. അല്ല, മറ്റു വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യും. ഞങ്ങൾ കണക്കെടുപ്പ് നടത്തും. അതിലെന്താ നിങ്ങൾക്ക് ഇത്ര വിഷമം?